Okay. First, fifth chapter, one mandir, temple of heart. Okay. तमिलनाडु राज्य के एक गांव तिन्ननूर में एक शिव भक्त संत रहा करते थे എന്ന് പറയുന്നത് തമിഴ്നാട് രാജ്യത്തിലെ തമിഴ്നാടുവിലെ തിന്നനൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ശിവഭക്ത് സെയിന്റ് എന്നാണ് സന്തിന്റെ അർത്ഥം ശിവഭക്ത് ഒരു വിശുദ്ധൻ ശിവഭക്തായിരുന്ന ഒരു വിശുദ്ധൻ ഉണ്ടായിരുന്നു അതാണ് തമിഴ്നാടു राज्य के एक गांव तिन्ननूर में एक शिव भक्त संत रहा करते थे താമസിച്ചുകൊണ്ട് ഇരുന്നുണ്ടായിരുന്നു उनका नाम കുസ്ലാർ था അദ്ദേഹത്തിന്റെ പേരെന്താണ് കുസ്ലാർ എന്നായിരുന്നു ओके वे नित्य भगवान शंकर का पूजा करते थे वे അദ്ദേഹം നിത്യ ഭഗവാൻ ശങ്കർ ഭഗവാൻ ശങ്കറിന്റെ ശിവന്റെ ഭഗവാൻ ശിവന്റെ പൂജ ചെയ്തിരുന്നു നിത്യ എന്നും ഡെയിലി യൂസ് ടു വർഷിപ്പ് लॉर्ड शिव भगवान शंकर की भक्ति में वे अपने बनाए हुए गीत गाया करते थे എന്താണ് ഭഗവാൻ ശങ്കർ की भक्ति में എന്താണ് ഭഗവാൻ ശങ്കറിനോട് അതായത് ലോർഡ് ശിവയോടുള്ള ഭക്തിയിൽ അദ്ദേഹം സ്വയം രചിച്ച സ്വയം ഉണ്ടാക്കുന്ന കവിതകൾ അതായത് സോങ്സ് മാത്രമേ അദ്ദേഹം പാടാറുണ്ടായിരുന്നുള്ളൂ വേ അച്ഛേ കവിത അദ്ദേഹം നല്ലൊരു കവിയായിരുന്നു ഉൻകെ ഭക്തി ഗീത് സബ്കോ ബഹുത് ഭാത്തേ ഥേ എന്താണ് ഭാത്ത മീൻസ് എന്താണ് എല്ലാവരെയും ഭയങ്കരമായിട്ട് രസിപ്പിച്ചിരുന്നു കാരണം അദ്ദേഹത്തിന്റെ കവിതകൾ മറ്റുള്ളവരെ എല്ലാം എന്താണ് രസിപ്പിച്ചിരുന്നു അതാണ് ഭാത്തേത്തെ ഉൻകെ ഭക്തി ഗീത് അദ്ദേഹത്തിന്റെ ഡിവോട്ടഡ് സോങ് ഡിവോട്ടഡ് സോങ് ബാക്കി എല്ലാവരെയും അതുപോലെ തന്നെ രസിപ്പിച്ചിരുന്നു पूरे दक्षिण क्षेत्र में वे घूम घूम कर पूरे दक्षिण क्षेत्र पूरे फुल दक्षिण मीन्स സൗത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും അദ്ദേഹം പോയിരുന്നു ഭൂമ മീൻസ് റോമിങ് അറൗണ്ട് എന്നാണ് എല്ലായിടത്തും വിസിറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നിരുന്നു ഭഗവാൻ ശിവയ്ക്ക് ഗീത് ഗാത്തെ എന്താണ് റോം ചെയ്തുകൊണ്ട് ലോർഡ് ശിവയുടെ സോങ്സ് ഗീതം പാടിക്കൊണ്ടേ ഇരുന്നിരുന്നു അദ്ദേഹത്തിന്റെ ഭക്തി എല്ലായിടത്തും എത്തിച്ചിരുന്നു उनके मंदिरों की परिक्रमा और पूजा करते थे എന്താണ് അദ്ദേഹത്തിന്റെ മന്ദിർ അതായത് ആ ടെമ്പിളിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു അതിന്റെ ആവശ്യമായ സാധന കാര്യങ്ങളും പ്രാർത്ഥനകളും പൂജാസും ഒക്കെ നടത്തിയിരുന്നു धीरे धीरे उनके मन में एक विशाल शिव मंदिर बनाने की इच्छा जागी धीरे धीरे पदिये उनके मन में അദ്ദേഹത്തിന്റെ മനസ്സിൽ धीरे धीरे उनके मन में एक विशाल शिव मंदिर बनाने की इच्छा जागी എന്താണ് വിശാലമായ ഒരു ശിവ മന്ദിർ മീൻസ് ശിവ് ടെമ്പിൾ ഉണ്ടാക്കണം എന്നുള്ള ഒരു ഇച്ഛ എന്താണ് ഒരു ആഗ്രഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു ഭഗവാൻ ശങ്കർ का भव्य मंदिर बनाने के लिए उन्हें धन की आवश्यकता थी भगवान शंकर के लॉर्ड शिवയുടെ लॉर्ड शंकर शिव भगवान शंकर लॉर्ഡ് शिवയുടെ മനോഹരമായ ഭവ്യ മീൻസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മന്ദിർ ടെമ്പിൾ അദ്ദേഹത്തിന് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പണത്തിന്റെ വളരെ ആവശ്യം ഉണ്ടായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു उन्होंने नगर जाकर धनी नगर सेठों और प्रजा से धन के लिए യാചന എന്താണ് പല നഗരങ്ങളിലും അദ്ദേഹം പോയി ആ നഗരത്തിലുള്ള എല്ലാ ധനവാന്മാരെ എന്താണ് പണമുള്ളവരെ റിച്ച് പീപ്പിൾസ് അവരുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്തു അദ്ദേഹത്തിന് എന്താണ് മന്ദിർ അതായത് ടെമ്പിൾ പണിയാനുള്ള പണം തന്ന് സഹായിക്കണമെന്ന് അയാള് എന്ത് ചെയ്തു യാചിച്ചുകൊണ്ടേയിരുന്നു ആ സെയിന്റ് किंतु
പക്ഷേ ഉन्हें बहुत थोड़ी धन मिली. പക്ഷേ അദ്ദേഹത്തിന് എന്നിട്ട് വളരെ യെസ് മിസ് സ്റ്റക്കാ മിസ് ഇടയ്ക്ക് പറയുന്നൊക്കെ പകുതി കേൾക്കുന്നുള്ളൂ. റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും. ഓക്കെ, എവിടെ വരെയാണ് കേട്ടത്? എന്താണ് ഭഗവാൻ ശങ്കർ? ഒന്നുകൂടെ ആ ഒരു ഷോർട്ടായിട്ട് ഞാൻ പകുതിന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഭഗവാൻ ശങ്കറിന്റെ മന്ദിർ ടെമ്പിള് പണിയണമെന്ന് അദ്ദേഹത്തിന് വളരെ ഒരു വിശാലമായ ഒരു മന്ദിർ ടെമ്പിൾ ഉണ്ടാക്കണമെന്ന് അദ്ദേഹത്തിന് മനസ്സിൽ ഒരു ഇച്ഛയുണ്ടായിരുന്നു. അതിനെന്ന് വെച്ചാൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് അദ്ദേഹം പല നഗരങ്ങളിലും പോയിട്ട് പല അവിടെയുള്ള ധനവാന്മാരെ അല്ലെങ്കിൽ പണക്കാരെ റിച്ച് പീപ്പിൾസിനെ കണ്ടിട്ട് അവിടെയുള്ള പ്രജകളെയും കണ്ടിട്ട് അവിടുന്ന് നിന്നും പണം തന്ന് സഹായിക്കണമെന്ന് അദ്ദേഹം യാചിച്ചു. പക്ഷേ കിന്തു ഉन्हें बहुत थोड़ा धन मिला. പക്ഷെ അദ്ദേഹത്തിന് വളരെ കുറച്ച് പണം മാത്രമേ കിട്ടിയുള്ളൂ. കവി കുസ്ലാർ പ്രഭു के विशाल मंदिर की कल्पना करते रहे. എന്താണ് കവി കുസ്ലാർ പ്രഭു के विशाल എന്താണ് പ്രഭു के विशाल मंदिर की कल्पना करते रहे. ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ കവി എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു മനോഹരമായ ഒരു മന്ദിർ, ഒരു ടെമ്പിളിന്റെ ലോർഡ് ശിവയുടെ മന്ദിർ ടെമ്പിളിന്റെ ഒരു കൽപ്പന, എന്താണ് ഒരു വാട്ട് വിൽസ് കൽപ്പന എന്ന് പറയുന്നത് എന്താ പറയാ, ഒരു ഫാന്റസി വേൾഡ്. നമ്മളിങ്ങനെ ആഗ്രഹിക്കുക, നമ്മുടെ ഒരു ആഗ്രഹം പറഞ്ഞുകൊണ്ടേ ഇരുന്നു. മനസ്സിലാവുന്നില്ല, കേൾക്കുന്നില്ല പറയുന്നത്? കേൾക്കാൻ കഴിയുന്നില്ല? ഇങ്ങനെ പകുതി വെച്ചാ മിസ് കേൾക്കാൻ പറ്റുന്നുള്ളൂ, ഇടയ്ക്ക് പറ്റൂല. അപ്പൊ എനിക്ക് ഈ അങ്ങനെയൊക്കെ കേൾക്കും. നെറ്റ്വർക്കിന്റെ ആയിരിക്കും. Okay. Let's continue. If any doubt you ask me. ഞാൻ ഒന്നുകൂടെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാം. അപ്പൊ നമുക്ക് കേൾക്കുന്നിടത്ത് നമുക്ക് നോക്കാം. മഴയൊക്കെ എന്തായിരിക്കാം. ഓക്കെ, എന്തായിരുന്നു? പല സ്ഥലത്തും പല നഗരങ്ങളിലും പോയി അദ്ദേഹം മന്ദിറിന് വേണ്ടിയിട്ട്, ലോർഡ് ശിവയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ധനവാന്മാരോട് പണം യാചിച്ചുകൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ എന്താണ് യാചിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അതിന് ആവശ്യമായ ടെമ്പിൾ പണിയാൻ ആവശ്യമായ പണം അദ്ദേഹത്തിന് കിട്ടിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തത്? അദ്ദേഹം ആ സമയം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ തന്നെ എന്താണ് സ്വപ്നം കാണാൻ തുടങ്ങി. എന്താണ്? ഒരു മന്ദിര് അവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ ലോർഡ് ശിവയുടെ വിശാലമായ ഒരു മന്ദിർ, ഒരു ടെമ്പിൾ അവിടെ നിർമ്മിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം മനസ്സിൽ തന്നെ ഓരോ കൽപ്പന ചെയ്യാൻ തുടങ്ങി. കൽപ്പന എന്താണ്? ആഗ്രഹിക്കുന്ന കോട്ട, സ്വപ്ന കോട്ട എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ മനസ്സിൽ കാണാൻ തോന്നി. ओके, धीरे धीरे उन्होंने मन में एक विशाल ഭവ്യ മന്ദിർ की कल्पना कर ली. എന്താണ്? ഇത്രയും മനോഹരമായ ഒരു മന്ദിർ, ഒരു ടെമ്പിൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ കാണാൻ തുടങ്ങി. വഹ് മന്ദിർ ബഹുത് സുന്ദർ था. ആ മന്ദിർ എന്താണ്? ആ ഒരു ടെമ്പിൾ, ആ ഒരു ക്ഷേത്രം വളരെ മനോഹരമായ ഒരു ക്ഷേത്രമായിരുന്നു. ഉनकी कल्पना में मंदिर का पूरा आकार बन गया. എന്താണ്? അദ്ദേഹത്തിന്റെ മനസ്സിൽ കൽപ്പന, അദ്ദേഹത്തിന്റെ കൽപ്പനയിൽ കണ്ടു എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്ത് കണ്ടു? ഒരു മനോഹരമായ ഒരു ഇതിന്റെ ഒരു സ്ട്രക്ചർ, ഒരു ടെമ്പിളിന്റെ സ്ട്രക്ചർ അദ്ദേഹം കണ്ടു കഴിഞ്ഞിരുന്നു. അദ്ദേഹം അതുവരെ എത്തിയിരുന്നു. आकार बन गया. वे धीरे धीरे मंदिर की कल्पना में लीन रहने लगे. എന്താണ്? പതിയെ അദ്ദേഹം ആ മന്ദിർ, എങ്ങനെ ആ ടെമ്പിൾ ഉണ്ടാക്കുക, ടെമ്പിൾ ഉണ്ടാക്കി വളരെ മനോഹരമായ ഒരു ടെമ്പിൾ അദ്ദേഹം സ്ഥാപിച്ചു എന്നുള്ള ആ ഒരു പ്രത്യേക ആ ഒരു ഫാന്റസി വേൾഡ് എന്ന് പറയുന്ന രീതിയിൽ, ഒരു ഫാന്റസി വേൾഡിൽ തന്നെ ലോസ്റ്റ് ആവാൻ തുടങ്ങി, അതിൽ തന്നെ കഴിയാൻ തുടങ്ങി. और फिर एक दिन उन्होंने उस मंदिर का मन ही मन निर्माण कार्य भी പ്രാരംഭ कर दिया. എന്താണ്? മനസ്സിൽ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? അത് നിർമ്മിക്കാൻ തുടങ്ങി.
നിർമ്മിച്ച് അതെന്താ അത് കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങി. ഇവിടെ മനസ്സിൽ ഇതെല്ലാം ആഗ്രഹിച്ച് ഒരു അത്ര ആ ഒരു ലെവലിൽ എത്തി അദ്ദേഹത്തിന്റെ ചിന്തകൾ. ആ ചിന്തയിലൂടെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, അവിടെ ഒരു മന്ദിര് कंस्ट्रक्ट ചെയ്യാൻ स्टार्ट ചെയ്തു. मंदिर निर्माण के लिए कल्पना में ईट, गारा, Faith, are you there? ആൻവിരിയും ഇല്ല. I think she lost her network connection. Yes. Yeah, she's back. അതെന്താണ് അദ്ദേഹം അത് മനസ്സിൽ കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങി. അതിന് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ കൽപ്പനയിലൂടെ തന്നെ ഈട്ട് ബ്രിക്സ് ചുണ്ണാമ്പ്, സിമെന്റുകള്, കല്ലുകള്, അങ്ങനെയുള്ള ആവശ്യമായ ഒരു കൺസ്ട്രക്ഷന് ആവശ്യമായ എല്ലാ സാധനം അദ്ദേഹത്തിന്റെ കൽപ്പനയിലൂടെ തന്നെ അയാള് കാണാൻ തുടങ്ങി. ശില്പി എന്താണ് മൂർത്തീസ്, എന്താണ് പറയാ ഇംഗ്ലീഷ് എന്താ പറയാ, what is the Hindi word of English word? Statue, not statue, sculpture, മൂർത്തി, സ്കൾപ്ചേഴ്സ്. അദ്ദേഹം സ്കൾപ്ചേഴ്സിന്റെ ഓരോ മൂർത്തിയും കാണാൻ തുടങ്ങി. എന്താണ് വിഗ്രഹങ്ങളൊക്കെ അദ്ദേഹം അവിടെ സ്ഥാപിച്ചിരിക്കുന്ന പോലെ അദ്ദേഹത്തിന്റെ മനസ്സിൽ തന്നെ അദ്ദേഹം കാണാൻ തോന്നി. മസ്ദൂറോ ने भव्य मंदिर बनाना शुरू कर दिया. എന്താണ് മസ്ദൂറോ മീൻസ് ലേബേഴ്സ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞത്, അവിടെ കൺസ്ട്രക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് അദ്ദേഹം കാണുന്നത്. അവിടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു, ഈ സാധനങ്ങളൊക്കെ ഇറക്കി. അതിനുശേഷം എന്ത് ചെയ്യുന്നത്, ലേബേഴ്സ് എന്താണ് മസ്ദൂറോ മീൻസ് ലേബേഴ്സ് എന്ത് ചെയ്യുന്നു, അവരുടെ കൺസ്ട്രക്ഷൻ പണികള് തുടങ്ങി. शुरू कर दिया. वे तज्जित अपने मन मंदिर को बनाने में लग गए. എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ തന്നെ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ആ ഒരു ഫുൾ കോൺസെൻട്രേഷൻ, അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ മൈൻഡ് ഫുൾ എവിടെയാണ്, മന്ദിർ, ലോർഡ് ശിവയുടെ മന്ദിർ ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ ഒരു കോൺസെൻട്രേഷനിൽ തന്നെയാണ് പോകുന്നത്. എന്താണ് ഇത് ഇങ്ങനെയാണ്, ഇപ്പൊ ഇങ്ങനെ ഈ അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെയാണ്, സ്റ്റെപ്പിലൂടെ ഇങ്ങനെ ചെയ്യുകയാണ്. സ്റ്റക്ക് ആണെങ്കിൽ കേൾക്കുന്നുണ്ടോ, കേൾക്കുന്നില്ല മിസ്, ഇടയ്ക്ക് കേൾക്കത്തില്ലായിരുന്നു, ഇപ്പോഴാണ് കേൾക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞേ, അപ്പൊ കൺസ്ട്രക്ഷനുള്ള എല്ലാ സാധനങ്ങളും അദ്ദേഹം അവിടെ ഇറക്കിയതായിട്ട്. ഇപ്പൊ കേൾക്കുന്നില്ല, ഇപ്പൊ കേൾക്കുന്നുണ്ടോ മിസ്? ഇപ്പം കേൾക്കുന്നുണ്ട് മിസ്, നേരത്തെ വീണ്ടും കേൾക്കുന്നില്ലായിരുന്നു. അപ്പൊ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ? അത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം അല്ലേ? അപ്പൊ എവിടെ നിന്നിട്ടുണ്ടായിരുന്നു? അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, മന്ദിർ പണിയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും മനസ്സിൽ ഓരോ കൽപ്പന ചെയ്യാൻ തുടങ്ങി. എന്താണ് ആ ഒരു ഫാന്റസി വേൾഡിൽ തന്നെ അദ്ദേഹം നിൽക്കാൻ വേണ്ടി തുടങ്ങി, അതിൽ തന്നെ ജീവിക്കുവാൻ വേണ്ടി തുടങ്ങി. അദ്ദേഹം അതിന് ഓരോ സ്റ്റെപ്പുകളായിട്ട് മനസ്സിൽ കാണുകയാണ്. എന്താ, അവിടെ ഒരു സ്ഥലം വന്നു, അവിടെ എന്ത് ചെയ്തു, നെക്സ്റ്റ് ആയിട്ടുള്ള എന്താണ്, അവിടെ കല്ലുകൾ ഇറക്കി, കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇറക്കി. അങ്ങനെ മനോഹരമായ ആ ഒരു ദൃശ്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ കാണുകയാണ്. എന്ന് വെച്ചാൽ ഇന്ന കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ലാസ്റ്റ് ആയിട്ട് എന്താ കണ്ടത്, എന്താ അവിടെ പണിക്കാരൊക്കെ വന്നത്, മസ്ദൂറോ മീൻസ് ലേബേഴ്സ് എല്ലാം വന്നിട്ട് കാര്യങ്ങള് എന്താണ് പണിയൊക്കെ ആരംഭിക്കുകയാണ്. കൺസ്ട്രക്ഷനുള്ള ആ കാര്യങ്ങള്
തുടങ്ങിയാണ്. അങ്ങനെ നിന്ന് തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു ഫുൾ മൈൻഡ് എവിടെയായിരുന്നു? ആ ഒരു കൺസ്ട്രക്ഷനിൽ തന്നെയായിരുന്നു. ആ ഒരു കൺസ്ട്രക്ഷന്റെ ഒരു ഫാന്റസി വേൾഡിലാണ് അദ്ദേഹം ഇപ്പൊ ജീവിച്ചുകൊണ്ടിരുന്നത്. റിയൽ എന്ന് പറഞ്ഞാൽ എന്നുവെച്ചാ എന്താണ്, ടെമ്പിള് പണിയണം, ടെമ്പിൾ പണിതുകൊണ്ടിരിക്കുകയാണ്, ടെമ്പിളിന്റെ പണി ഇപ്പൊ ഇത്രയായി, ടെമ്പിൾ ഇങ്ങനെയാണ് പോകുന്നത് എന്നുള്ള ആ ഒരു ഫാന്റസി വേൾഡിലാണ് അദ്ദേഹം ജീവിച്ചുകൊണ്ട് ഇരുന്നത്. അതാണ് കൽപ്പന എന്ന് പറയുന്നത്. ओके आगे वे जब भी मन मंदिर के निर्माण के बाद लोगों से करते, लोग सोचते मंदिर की कल्पना में पुसला पगला पगलाने लगे हैं. എന്താ പറയുന്നത്? എന്താണ് വേ ജബ് മൻ മന്ദിരക്ക് നിർമ്മാണക്കെ ബാത്തെ, എന്താണ് ഈ ഇതിനെ കുറിച്ച് ബാത്തെ ലോഗോസെ കർത്തെ, എന്താ ജനങ്ങളോട് ഇത് പണിയനെ കുറിച്ചും ഈ ലോർഡ് ശിവയുടെ മന്ദിര് പണിയുന്ന കാര്യങ്ങളെ കുറിച്ച് ജനങ്ങളോട് പറയുമ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? അപ്പൊ ജനങ്ങൾക്ക് തോന്നുന്നതാണ് ഇദ്ദേഹത്തിന് എന്തോ മെന്റലി പ്രോബ്ലം തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താണ്, ഇത് ഇത്രയും വൈഡായിട്ടുള്ള ഒരു കാര്യം, ഇതിനെക്കുറിച്ച് മാത്രം ഇദ്ദേഹം ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇപ്പൊ സ്റ്റാർട്ടായി, ഇപ്പൊ പണി തുടങ്ങി, ഇപ്പൊ ലേബേഴ്സ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ വിചാരിച്ചു ഇതെന്താ, ജനങ്ങൾ വിചാരിക്കാണ് ഇതെന്താ ഇങ്ങനെ ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹത്തിന് എന്തോ മെന്റലി പ്രോബ്ലം ആയിട്ടുണ്ട്, എന്താണ് ഇനബിലിറ്റി ആയിട്ടുണ്ട്. ओके पर भक्त फुसलार उससे उनसे कहते देखो आज प्रारंभ बन गया है, अब गोबर बनाना लग गए है, प्रारंभ बन गया है अब गोबर बनाने लगे है. എന്താണ് പറയുന്നത്? ഇപ്പൊ പ്രാരംഭം എന്ന് പറഞ്ഞാല് കോട്ടിയാട് മീൻസ് മുറ്റം. ഇപ്പൊ എന്താണ്, മുറ്റം റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നോക്കിക്കോളൂ. അപ്പൊ ജനങ്ങൾ പറഞ്ഞു ഇപ്പൊ നോക്കൂ മുറ്റം റെഡി ആയിട്ടുണ്ട്, ഇനി എന്താണ് ഗോപുരം വേണമെന്നേ ഉള്ളൂ, ഗോപുരം വേണം, ഇനി അപ്പൊ അതിന്റെ പണിയാണ് നടക്കുന്നത്, ഇനിയിപ്പോ വേറെ ഒന്നും വേണ്ട, കുഴപ്പമില്ല എന്നൊക്കെ ജനങ്ങളോട് അദ്ദേഹം, അത് പണിത് പകുതിയാവുന്ന രീതിയിലാണ് ജനങ്ങളോട് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നത്. ആഹാ യഹ് ധ്വജ് സംഘം കിത്തന ഭവ്യ ബനാ ഹെ, എന്താണ് എന്താ ധ്വജ് സന്ധം എന്ന് വെച്ചാല് കൊടിമരം. ഈ കൊടിമരം എന്ത് മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, എന്ത് ഭവ്യം എന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ ആയിട്ട്, എന്ത് മനോഹരമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ദർബാർ മണ്ഡപ് ദേഖോ, ആ ദർബാർ, ആ മെയിൻ ആയിട്ടുള്ള ആ എൻട്രൻസിന്റെ ആ മണ്ഡപം നിങ്ങൾ നോക്കൂ ദേഖോ. അപ്പൊ ഭണ്ഡാർ കക്ഷ, അവിടെ ഉള്ള ആ ഒരു റൂം അത് നോക്കൂ. വേ മൂർത്തിയാ, ആ സ്കൾപ്ചേഴ്സ്, ആ ഒരു വിഗ്രഹങ്ങൾ നിങ്ങൾ നോക്കൂ. യേ വഹാൻ പാലക്കി രഥ് യഹി പുഷ്കർണി, എന്താണ് ഒരു ടെമ്പിളിൽ വേണ്ട പല രഥങ്ങളും അവിടെയുള്ള സാധനങ്ങളും എല്ലാം നിങ്ങൾ നോക്കൂ, എന്ത് മനോഹരമായിട്ടാണ് അവിടെ ഉള്ളത്. ബസ് കൽ ദക്ഷിൺ ഫോറം കാ നിർമ്മാൺ കാര്യം ശുരു ഹോഗ, എന്താണ് സൗത്ത് സൈഡിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, നാളെ ആരംഭിക്കും. നാളെ അവിടുത്തെ സൗത്ത് സൈഡിലുള്ള ആ ഒരു പണിയായിരിക്കും അവിടെ നാളെ നടക്കാൻ പോകുന്നത്. ശുരു ഹോഗ. ഉദർ ഗോശാല ഹാത്തി മണ്ഡപ് ആദി ബനാനെങ്കെ, എന്താണ് ഗോശാല, എന്താണ് തൊഴുത്ത്, അവിടെ തൊഴുത്ത്, ഹാത്തി എന്താണ് എലഫൻസ് എന്ന രീതിയിലൊക്കെ എന്ന് വേണ്ട സൗകര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഭാഗത്ത് ഉണ്ടാവുക. മണ്ഡപ് ആദി ബനായെങ്കിൽ ഓർ ഫിർ ഭഗവാൻ ശങ്കർ കി മൂർത്തി പ്രതിഷ്ഠ ഹോഗി, എന്താണ് മൂർത്തി പ്രതിഷ്ഠ, അവിടുത്തെ മെയിൻ പ്രതിഷ്ഠ ആരായിരിക്കും, അത് ആരുടെ ടെമ്പിൾ ആയിരിക്കും? മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവ, ലോർഡ് ശിവയുടെ പ്രതിഷ്ഠയായിരിക്കും അവിടെ ഉണ്ടാവുക. പ്രതിഷ്ഠ ഹോഗി. उन्होंने मन ही मन मूर्ति प्रतिष्ठान का एक शुभ दिन भी निश्चय कर दिया. എന്താണ് അദ്ദേഹം മനസ്സിൽ തന്നെ അതിന്റെ ഒരു ശുഭമുഹൂർത്തം അത് സ്റ്റാർട്ട് ചെയ്ത, എന്താ ഉദ്ഘാടനം, ഇനാഗ്രേഷനുള്ള ആ ഒരു നല്ലൊരു മുഹൂർത്തം അദ്ദേഹം മനസ്സിൽ തന്നെ കണ്ടിരുന്നു. അതാണ് മൻഹി മൻഹെ എന്താണ് ഒന്നുപോലെ മുഹൂർത്ത്
തേ കർലിയ. എന്താണ് മുഹൂർത്തം നല്ലൊരു മുഹൂർത്തം നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട രീതിയിൽ അദ്ദേഹം മനസ്സിൽ എല്ലാം സെറ്റ് ചെയ്തിരുന്നു. करने लगी. हे प्रभु मैंने आपका प्रतिष्ठा का മൂർത്തി നിശ്ചിത് कर लिया है. എന്താണ് താങ്കളുടെ പ്രഭു ഭഗവാനെ താങ്കളുടെ പ്രതിഷ്ഠയുടെ ഏത് തരത്തിലുള്ള പ്രതിഷ്ഠയാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മൂർത്തിയാണ് ഇവിടെ സ്ഥാപിക്കാൻ ഈ ടെമ്പിളിൽ സ്ഥാപിക്കാൻ പോകുന്നത് എന്ന് ഞാൻ ഓൾറെഡി എന്റെ മനസ്സിൽ ഞാൻ നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുന്നു. നിശ്ചയിച്ച് കഴിഞ്ഞ ഏത് പ്രതിഷ്ഠയാണ് ഏത് തരത്തിലുള്ള മൂർത്തിയാണ് ഈ ടെമ്പിളിൽ ഉണ്ടാവുക എന്ന് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയാണ്. आप आकर मेरे मन मंदिर में प्रतिष्ठित हो. എന്നാണ് താങ്കൾ വന്നു എന്റെ മനസ്സിൽ, എന്റെ മൻ മന്ദിരം എന്റെ മനസ്സാകുന്ന എന്റെ അതിന് ഹൃദയമാകുന്ന എന്റെ മിസ് ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് ആവുന്നു. നെറ്റ്വർക്ക് പ്രോബ്ലം പറയുന്നൊക്കെ കേൾക്കാം, പക്ഷെ മിസ് ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് ആവുന്നു. കറണ്ടും പോയി, ഇവിടെയും പോയി. ഇവിടെ കുറച്ചു നേരം മുമ്പ് പോയി മിസ്. ഇവിടെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോ എന്താ പറയുന്നത്, താങ്കളുടെ പ്രതിഷ്ഠ താങ്കളുടെ എങ്ങനെയുള്ള മൂർത്തി ആയിരിക്കണം എന്ന് ഞാൻ ഓൾറെഡി എന്റെ മനസ്സിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ പാക്കർ മേരെ മൺമന്ദിരമേ പ്രതിഷ്ഠ എന്താണ് താങ്കൾ എന്റെ മനസ്സിൽ വന്ന് വസിക്കണം എന്നാണ് പറയുന്നത്. പ്രഭു മേരി ഭക്ത് ഭഗവാൻ പർ പ്രസന്ന ഹോ. മേരി ഭക്ത് ഭഗവാൻ പർ പ്രസന്ന ഹോ. എന്താണ് താങ്കളുടെ ഭക്തിയായ എന്റെ മേൽ താങ്കൾ കൃപ ചൊരിയണമേ. എപ്പോഴും പ്രസന്നമെന്ന് വെച്ചാല് സന്തുഷ്ടമാക്കണമേ എന്നാണ്. എന്താണ് ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ അവിടുന്ന് അനുഗ്രഹം വർഷിക്കണമേ എന്ന രീതിയിലാണ് പ്രസന്ന ഹോ എന്ന് പറയുന്നത്. ഇന്ന് എന്തായാലും ഇത്രയും വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും മനസ്സിലായോ സംഭവം എന്താണെന്ന്? യെസ്, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഒരു ഭക്തന്റെ കൽപ്പനയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിന്റെ കൽപ്പന എങ്ങനെയായിരിക്കും. അപ്പൊ ഒരു ഭക്തിയുടെ അങ്ങേയറ്റ ലെവലിലേക്ക് നിൽക്കുന്ന അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അദ്ദേഹം ഒരു സ്ഥലം ഉണ്ടാക്കി അവിടെ സാധനം വേണ്ട കൺസ്ട്രക്ഷനുള്ള ആവശ്യ സാധനങ്ങൾ ഇറക്കുന്നു. അദ്ദേഹം അത് പണിയുന്നു എന്ന രീതിയിൽ ആ ഒരു പണി പൂർത്തിയായി എന്ന രീതിയിൽ എത്തി അദ്ദേഹം മുഹൂർത്തം വരെ കണ്ടു. അവിടെ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ആ ഒരു മന്ദിർ അദ്ദേഹം പണിയുന്നത്. ഇത്രയും നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ കണ്ടത്. ഓക്കെ, പകുതി കേട്ടു, പകുതി കേട്ടില്ല, എന്താണ് നമുക്ക് നോക്കാം.